മുക്ത, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കമ്പനി ഓടുമ്പോ വിശ്രമമില്ലാതെ അതിന്റെ പുറകെ നമ്മൾ ഓടിയാലേ പിന്നെ സമയം പോകുന്ന അറിയില്ല. നല്ല പ്രായം കടന്നു പോയാ പിന്നെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ശരിയാ. അതുകൊണ്ട് അരവിന്ദിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിക്കോ. എന്നിട്ട് എല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്തോ. എന്നെ വെയിറ്റ് ചെയ്യണ്ട. എന്നെ വെയിറ്റ് ചെയ്താ അത് ചിലപ്പോ ഒരിക്കലും നടന്നില്ല എന്ന് വരും. അങ്കിളാ. ഹലോ അങ്കിൾ. മുക്ത, കൈലാസിന് ആക്സിഡന്റ് ഉണ്ടായത് നീയാണോ പോലീസിനെ ഇൻഫോം ചെയ്തത്? അതെ അങ്കിൾ, ഞാനാ ഇൻഫോം ചെയ്തത്. പോലീസിനെ അറിയിക്കേണ്ടെന്ന് അരവിന്ദ് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നീ പോലീസിനെ അറിയിച്ചത്? അങ്കിൾ, ദാറ്റ്സ് എ മർഡർ അറ്റംപ്റ്റ്. അതും പട്ടാപ്പകല് നടന്നൊരു മർഡർ അറ്റംപ്റ്റ്. എന്നിട്ടും നമ്മളിത് പോലീസിൽ ഇൻഫോം ചെയ്തില്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്ക് പേടിയാണെന്നല്ലേ അതിനർത്ഥം. കൂടുതൽ അറ്റംപ്റ്റ് നടത്താൻ അതവർക്ക് ധൈര്യം നൽകില്ലേ? പക്ഷേ മുക്ത, കൈലാസ് അങ്കിളുടെ മകൻ മാത്രമല്ല, നാളെ ഈ ഗാർമെന്റ്സ് ഏറ്റെടുത്ത് നടത്തേണ്ട ആളും കൂടിയാ. കൈലാസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ വീണു പോകുന്നത് അങ്കിള് മാത്രമല്ല, 25 വർഷത്തെ അധ്വാനം കൊണ്ട് അങ്കിള് കെട്ടിപ്പൊക്കിയ ഈ സ്ഥാപനം കൂടിയാ. ഇവിടത്തെ സിഇഒയുടെ ചെയറിലിരിക്കുമ്പോ ഈ സ്ഥാപനത്തിന്റെ നാളെയെക്കുറിച്ച് ഞാൻ ആലോചിച്ചേ മതിയാകൂ അങ്കിൾ. അതുകൊണ്ടാ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തത്. പോലീസിൽ അറിയിക്കരുതെന്ന് അരവിന്ദ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.